നമസ്കാരം. മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരുളായിൽ അർദ്ധരാത്രിയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ചുഴലിക്കാറ്റിൽ 1 കോടിയോളം രൂപയുടെ നാശനഷ്ടം. ചെട്ടി വരക്കുളം ഭാഗത്താണ് കാറ്റ് വീശിയത്. ചൊവ്വാഴ്ച പുലർച്ചെ 12 മണിയോടെയാണ് മേഖലയിൽ ചുഴലിക്കാറ്റുണ്ടായത്. മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് താഴെ ഭാഗത്ത് ചാലിയാർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനെ കാണാതായി. മമ്പാട് ഭീമുങ്ങൽ സ്വദേശിയെയാണ് കാണാതായത്. ഇന്നുച്ചയ്ക്ക് 2:30 സംഭവം. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ജലവിതരണവും അവശ്യമരുന്നുകളുടെ ലഭ്യതയും ഇല്ല എന്ന വിഷയം ഉയർത്തി ആശുപത്രി സൂപ്രണ്ടിനെ CPIM നേതാക്കൾ സന്ദർശിച്ചു, ചർച്ച നടത്തി. നിർമ്മാണത്തിലുള്ള വീടിന്റെ ഇലക്ട്രിക് വയർ മോഷ്ടിക്കുന്ന സംഘം വീണ്ടും സജീവം. വടപുറത്ത് വീട്ടിൽ നിന്ന് 3 ലക്ഷം രൂപയുടെ വയർ മുറിച്ചു കടത്തി. ഇതേ വീട്ടിൽ 3 മാസത്തിനിടെ 2ാം തവണയാണ് മോഷണം. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. നടപടികൾ പൂർത്തിയായ പദ്ധതികൾ പോലും വെട്ടിച്ചുരുക്കിയ നഗരസഭാ ഭരണസമിതിയുടെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. കരുളായിൽ അർദ്ധരാത്രിയിൽ അപ്രതീക്ഷിതമായുണ്ടായ ചുഴലിക്കാറ്റിൽ 1 കോടിയോളം രൂപയുടെ നാശനഷ്ടം. ചെട്ടി വരക്കുളം ഭാഗത്താണ് കാറ്റ് വീശിയത്. ചൊവ്വാഴ്ച പുലർച്ചെ 12 മണിയോടെയാണ് മേഖലയിൽ ചുഴലിക്കാറ്റുണ്ടായത്. മരങ്ങൾ കടപുഴകി വീണ് ഒട്ടനവധി വീടുകൾക്കാണ് നാശനഷ്ടം സംഭവിച്ചത്. വീടിന് മുകളിൽ മരം വീണതിനെ തുടർന്ന് ഓട് ദേഹത്ത് വീണ് ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റു. ഇലക്ട്രിക് തൂണുകളും ലൈനുകളും പൊട്ടി വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു. ചെട്ടി കൂറ്റമ്പാറ റോഡും ചെട്ടി കരിന്താർ റോഡ്, മേലെച്ചട്ടി പള്ളിക്കുന്ന് റോഡ് എന്നിവിടങ്ങളിൽ മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും പൊട്ടി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കൂടാതെ ഗ്രാമീണ ഊടുവഴികളിൽ കാൽനട യാത്ര പോലും സാധ്യമല്ലാതായി. മേഖലയിലെ 100ഓളം വീടുകൾക്കാണ് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചത്. KSEBയുടെ 9ഓളം ഹൈടെൻഷൻ പോസ്റ്റും 15 ലോ ടെൻഷൻ പോസ്റ്റും ഒട്ടനവധി ഇലക്ട്രിക് ലൈനുകളും TV കേബിളുകളും നശിച്ചു. കൂടാതെ 1000-ലധികം റബ്ബർ മരങ്ങളും തേക്ക്, പ്ലാവ്, തെങ്ങ്, കമുക് തുടങ്ങിയ മരങ്ങൾ കടപുഴകിയും മുറിഞ്ഞും വീണു. വാഴ, കപ്പ തുടങ്ങിയ കാർഷിക വിളകളും നശിച്ചു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മേലും മരങ്ങൾ വീണ് കേടുപാടുകൾ സംഭവിച്ചു. നിലമ്പൂരിൽ നിന്നും എത്തിയ അഗ്നിരക്ഷാ സേനയും എമർജൻസി റെസ്ക്യൂ ഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് മരങ്ങൾ മുറിച്ചുമാറ്റി ഗതാഗത തടസ്സം ഒഴിവാക്കിയത്. വൈദ്യുതി ബന്ധം സ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. നിലമ്പൂരിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിലും കനത്ത മഴയിലും വ്യാപക നാശനഷ്ടം. ഈയമ്മട, പയ്യമ്പളി ഭാഗങ്ങളിലാണ് ചുഴലിക്കാറ്റ് കടുത്ത സർവനാശം വിതച്ചത്. പ്രദേശത്തെ 100 കണക്കിന് റബ്ബർ മരങ്ങൾ കാറ്റിൽ വേരോടെ കടപുഴകി വീണു. നിരവധി വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീണ് ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഈയമ്മടയിൽ വീടിന്റെ മുകളിലേക്ക് സമീപത്തെ മറ്റൊരു വീടിന്റെ മേൽക്കൂര കാറ്റിൽ പറന്നു വീണു. വീട് ഭാഗികമായി തകർന്നുവെങ്കിലും ഉള്ളിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിന് മുകളിലേക്ക് മരം വീഴുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. തുടർന്ന് നിലമ്പൂർ നഗരസഭ അധ്യക്ഷ പത്മിനി ഗോപിനാഥ്, കൌൺസിലർമാരായ സുരേഷ് പാത്തിപ്പാറ, ശ്രീജ ചന്ദ്രൻ, ഷെർലിമോൾ എന്നിവർ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമായ അടിയന്തര നടപടികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. മമ്പട ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് താഴെ ഭാഗത്ത് ചാലിയാർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനെ കാണാതായി. മമ്പാട ഭീമുങ്ങൽ സ്വദേശിയെയാണ് കാണാതായത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 സംഭവം.
കനത്ത മഴയെ തുടർന്ന് ചാലിയാർ പുഴയിലൂടെ ഒഴുകി വരികയായിരുന്ന മരം കൂട്ടുകാർക്കൊപ്പം പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. യാഷിക്കിനൊപ്പം ഉണ്ടായിരുന്ന അനീസ്, സാജിദ് എന്നിവർ പുഴ നീന്തിക്കടന്ന് രക്ഷപ്പെട്ടു. മരത്തിൽ പിടിച്ച് രക്ഷപ്പെടുവാനുള്ള ശ്രമത്തിനിടയിൽ അവശനായ യാഷിക് ചാലിയാറിലൂടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. അപകടം നടന്ന് അരമണിക്കൂറോളം കഴിഞ്ഞാണ് നാട്ടുകാർ വിവരമറിയുന്നത്. നിലമ്പൂർ, തിരുവാലി എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഒടായിക്കൽ കടവ് മുതൽ എടവണ്ണ വരെയുള്ള ഭാഗങ്ങളിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അഗ്നിരക്ഷാസേന, പോലീസ്, ERF അംഗങ്ങൾ എന്നിവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പരിശോധന നടത്തുന്നുണ്ട്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ജലവിതരണവും അവശ്യമരുന്നുകളുടെ ലഭ്യതയും ഇല്ല എന്ന വിഷയം ഉയർത്തി ആശുപത്രി സൂപ്രണ്ടിനെ CPIM നേതാക്കൾ സന്ദർശിച്ചു ചർച്ച നടത്തി. ഇന്നലെ വൈകിട്ട് മുതൽ വാർഡുകളിൽ ജലവിതരണം തടസ്സപ്പെട്ടിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലിരുന്ന സമയത്ത് രോഗികൾക്കോ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കോ ഒരു പ്രയാസവുമില്ലാതെ ജില്ലയിലെ മികച്ച ആശുപത്രിയായി പ്രവർത്തിച്ചിരുന്ന ഒരു ആശുപത്രിയാണ് നമ്മുടെ ജില്ലാ ആശുപത്രി. ഇന്ന് ഈ ആശുപത്രി രോഗികൾക്ക് ഏറ്റവും പ്രയാസമുള്ള ജില്ലയിലെ ആശുപത്രിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി ഈ അഡ്മിറ്റ് ചെയ്ത രോഗികൾക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പോലുമുള്ള വെള്ളം കിട്ടാതെ രോഗികൾ പ്രയാസപ്പെടുകയാണ്. അവർ സോഷ്യൽ മീഡിയയിലൂടെ ഭരണാധികാരികളെ ഈ വിവരം അറിയിക്കുന്ന വിവരമാണ്. പത്രങ്ങളിലൂടെ ഈ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജില്ലാ ആശുപത്രിയുടെ സൂപ്രണ്ടിന് മുമ്പാകെ ഞങ്ങളിന്ന് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് രോഗികൾ കൂട്ടത്തോടുകൂടി ഞങ്ങളോട് പരാതി പറയാൻ വരികയാണ്. ആവശ്യത്തിന് വരുന്ന മരുന്നുകൾ, അവശ്യ മരുന്നുകൾ ഈ ആശുപത്രിയിലില്ല. എല്ലാ മരുന്നുകളും പുറത്തേക്ക് ഡോക്ടർമാർ എഴുതി രോഗികളെ മാനസികമായി പീഡിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഷുഗർ പരിശോധിക്കാനുള്ള 2 രൂപയുടെ സ്ട്രിപ്പ് പോലും ഈ ആശുപത്രിയിലുള്ള പുറമേക്ക് എഴുതുകയാണ്. ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനാവശ്യമായ മരുന്നുകളില്ലാതെ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് ഡോക്ടർമാർ മരുന്ന് കുറിക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ ജില്ലാ ആശുപത്രി മാറുകയാണ്. പാവപ്പെട്ട പാലിയേറ്റീവ് രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ മുമ്പ് ഈ ജില്ലാ ആശുപത്രിയിൽ നിന്ന് കിട്ടിയിരുന്നുവെങ്കിൽ ഇന്ന് മിക്കവാറും മരുന്നുകൾ പുറത്തേക്ക് എഴുതി കിടപ്പ് രോഗികളെ മാനസികമായി പീഡിപ്പിക്കുന്ന ഭരണമായി ഈ ഭരണം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചോദിക്കാൻ നിലമ്പൂരിൽ MLA ഇല്ല. ഈ ആശുപത്രിക്ക് ഭരണാധികാരികളായ ജില്ലാ ആശുപത്രിയുടെ ഭരണസമിതി ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഈ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയിരിക്കുകയാണ്. ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സൂപ്രണ്ടിനോട് ആവശ്യപ്പെടാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത്. രോഗികൾക്കും പരിരക്ഷാ രോഗികൾക്കും ഡയാലിസിസ് രോഗികൾക്കും ഉള്ള മിക്ക അവശ്യ മരുന്നുകളും ആശുപത്രിയിലെ മെഡിക്കൽ സ്റ്റോർ വഴി തന്നെ വിതരണം ചെയ്യുവാനുള്ള സംവിധാനം ഉറപ്പുവരുത്തണം എന്ന് നേതാക്കൾ സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടു. ഉന്നയിച്ച വിഷയങ്ങളിൽ ഇന്ന് തന്നെ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് സൂപ്രണ്ട് CPIM നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉറപ്പു നൽകി. CPIM ഏരിയ സെക്രട്ടറി അംഗം കക്കാടൻ റഹീം, ലോക്കൽ സെക്രട്ടറി VC ശ്രീധരൻ, ലോക്കൽ കമ്മിറ്റി അംഗം ഷാജഹാൻ ചക്കാലക്കുത്ത്, ബ്രാഞ്ച് സെക്രട്ടറിമാരായ ഷൻഗീത് കോവിലക്കത്തുമുറി, പടവെട്ടി ബാലകൃഷ്ണൻ, മോഹനൻ, ഷൌക്കത്ത്, സത്യൻ മഠത്തിൽ, വിമൽ രാഗ് തുടങ്ങിയ പ്രവർത്തകരും പങ്കെടുത്തു. നിർമ്മാണത്തിലുള്ള വീടിന്റെ ഇലക്ട്രിക് വയർ മോഷ്ടിക്കുന്ന സംഘം വീണ്ടും സജീവം. വടപുറത്ത് വീട്ടിൽ നിന്ന് 3 ലക്ഷം രൂപയുടെ വയർ മുറിച്ചു കടത്തി. ഇതേ വീട്ടിൽ 3 മാസത്തിനിടെ 2ാം തവണയാണ് മോഷണം. പോലീസ് നിഷ്ക്രിയമെന്ന പരാതി. KNG പാതയോരത്ത് പുളിക്കത്തടത്തിൽ ടോം തോമസിന്റെ വീട്ടിൽ 4-ന് രാത്രിയാണ് സംഭവം. നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. സ്വീകരണമുറി, ഡൈനിങ് ഹാൾ, അടുക്കള, കിടപ്പുമുറികൾ എന്നിവയിലെ വയറുകളാണ് മുറിച്ചെടുത്തത്. പണിക്കൂലി ഉൾപ്പെടെ 4 ലക്ഷം രൂപയുടെ നഷ്ടം പറ്റിയെന്ന് ടോം തോമസ് പറഞ്ഞു. മാർച്ചിലാണ് വീട്ടിൽ ഇതേ രീതിയിൽ മോഷണം നടന്നത്. അന്നും മൊത്തം 4 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു. പോലീസ് നിർദ്ദേശപ്രകാരം കരുതലിന് ചുറ്റും CCTV ക്യാമറ സ്ഥാപിച്ചു. അടുക്കള വശത്തെ ക്യാമറ 2 ദിവസമായി പ്രവർത്തനരഹിതമായിരുന്നു. ആ ഭാഗത്തുകൂടിയാണ് കള്ളൻ വീട്ടിൽ കടന്നത്. ഉള്ളിൽ ക്യാമറ കണ്ണ് പതിയുന്ന ഭാഗങ്ങളിൽ മോഷണത്തിന് തുനിഞ്ഞില്ല. ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് തകിട് കൊണ്ടടച്ച് സ്ക്രൂ ചെയ്തിരുന്നു. തകിട് ഇളക്കി ദൂരെ എറിഞ്ഞ് വയറുകൾ മുഴുവൻ മുറിച്ചെടുത്തു. 5-ന് വൈകിട്ട് വീട്ടുകാർ സ്ഥലം സന്ദർശിച്ചപ്പോഴാണ് സംഭവം അറിഞ്ഞത്. പോലീസിൽ പരാതി നൽകി. നിലമ്പൂരിന്റെ പല ഭാഗങ്ങളിലും കരുളായിലും പണി നടക്കുന്ന കെട്ടിടങ്ങളിൽ സമാന രീതിയിൽ മോഷണം നടന്നതായി വയറിംഗ് ജോലി കരാറെടുത്തയാൾ പറഞ്ഞു. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. നടപടികൾ പൂർത്തിയായ പദ്ധതികൾ പോലും വെട്ടിച്ചുരുക്കിയ നഗരസഭാ ഭരണസമിതിയുടെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധം. ഇടതുമുന്നണി
റോഡും ഗ്രൗണ്ടും എല്ലാം വെട്ടി എങ്ങോട്ടാണ് ഈ നാറിയ ഭരണം? എങ്ങോട്ടാണ് ഈ നാറിയ ഭരണം? യുഡിഎഫിൻ ഭരണത്തിൽ അഴിമതി മാത്രം കാണുന്നുള്ളൂ. പ്രതിഷേധ പരിപാടി CPM ഏരിയ സെക്രട്ടറി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നിട്ടുള്ള UDF-ന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പ്രാദേശിക സർക്കാർ എന്ന അതിന് പ്രാഥമിക ഉത്തരവാദിത്വം പോലും നിർവഹിക്കാതെ സ്വജനപക്ഷപാതവും അഴിമതിയിലൂടെയും ഒരു ഭരണ സംവിധാനത്തെ ആകെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സമരവുമായി ഇടതുപക്ഷത്തിന് മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒന്ന് മാത്രമാണ് പറയാനുള്ളത്. ഭരണസമിതിക്കകത്ത് പ്രതിപക്ഷ അംഗങ്ങളുടെ എണ്ണം നോക്കിക്കൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയിലാകെ തങ്ങൾക്ക് തോന്നിയതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന വ്യാമോഹമാണ് ചെയർമാനെയും UDF-ന്റെ കൗൺസിലർമാരെയും പ്രേരിപ്പിക്കുന്നതെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് ശക്തമായ സമരരൂപങ്ങൾക്ക് രൂപം കൊടുക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് യാതൊരു പ്രയാസവുമില്ല എന്നത് ഇത്തരം ആളുകളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതി ജനകീയാസൂത്രണം നടപ്പിലാക്കിയതിനു ശേഷം പ്രാദേശിക സർക്കാരുകളാണ് മുനിസിപ്പാലിറ്റി ഭരണ സംവിധാനമായാലും ഗ്രാമപഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും കോർപ്പറേഷനായാലും അതിൻ്റെ അധികാര പരിധിക്കകത്ത് നിൽക്കുന്ന സാധാരണ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങളെ ലഘൂകരിക്കാൻ പദ്ധതി തയ്യാറാക്കി അതിന് ഫണ്ട് വകവെച്ച് അത് നടപ്പിലാക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഭരണസമിതി അതിൽ നിന്നെല്ലാം പിറകോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് നമ്മൾ കാണുന്നത്. മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു. കക്കാടൻ റഹീം, PM ബഷീർ, സ്കറിയാക്കനാത്തോപ്പിൽ, മാത്യു കാരാമ്പേലി, ജോർജ് തോമസ്, UK ബിന്ദു, നഗരസഭാ പ്രതിപക്ഷ കൌൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ പോലും വേണ്ടെന്ന് വെക്കുന്ന നിലവിലെ ഭരണസമിതി നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു LDF പ്രത്യക്ഷ സമരം നടത്തിയത്. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രൈം കേസ് പ്രതിക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. മലപ്പുറം വണ്ടൂർ നായാടിക്കുന്ന് സ്വദേശി നിരവിൽ വീട്ടിൽ അലിയുടെ മകൻ റിഷാദ് മോൻ എന്നയാൾക്കെതിരെയാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രൈം നമ്പർ 103/2026 കേസ് പ്രകാരമുള്ള അന്വേഷണത്തിലാണ് പ്രതി ഒളിവിൽ പോയതായി വ്യക്തമായത്. പ്രതി തന്റെ ഉടമസ്ഥതയിലുള്ള KL 46Q9252 നമ്പറിലുള്ള മോട്ടോർ സൈക്കിളുമായിട്ടാണ് ഒളിവിൽ പോയിട്ടുള്ളത്. നാളിതുവരെ അന്വേഷണം നടത്തിയെങ്കിലും ഇയാളെക്കുറിച്ച് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പ്രതിയുടെ ശരീര വിവരങ്ങൾ: ഉയരം 172 സെന്റിമീറ്റർ, ശരീരപ്രകൃതി മെലിഞ്ഞത്, ഇരുനിറം, മുഖലക്ഷണം നീണ്ട മുഖം, നീണ്ട മൂക്ക്, കറുത്ത മുടിയും കറുത്ത കണ്ണുകളും, സംസാരിക്കുന്ന ഭാഷകൾ മലയാളം, ഹിന്ദി, അറബിക്. ഈ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നവർ താഴെ പറയുന്ന നമ്പറുകളിൽ അറിയിക്കണമെന്ന് നിലമ്പൂർ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അറിയിച്ചു. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ നമ്പർ 049312204241, സ്റ്റേഷൻ ഹൌസ് ഓഫീസർ SHO നമ്പർ 9497987173, സബ് ഇൻസ്പെക്ടർ SI നമ്പർ 9846880411. വയനാട് മണ്ണിടിച്ചിൽ. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ മീനാക്ഷി പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. 5 പേരെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. കള്ളാടി താഞ്ഞിരോട് പ്രദേശത്തെ പുഴയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്നവരോട് ഉടൻ മാറി താമസിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി. ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖുമായി മുഖ്യമന്ത്രി VD സതീശൻ അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുവാൻ നിർദ്ദേശം നൽകി. റവന്യൂ മന്ത്രി AP അനിൽകുമാറിനോടും കൃഷിമന്ത്രി ടി സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് തിരിക്കുവാൻ നിർദ്ദേശിച്ചു. തുരങ്കപാതയുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ട തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടതായാണ് പറയപ്പെടുന്നത്. വിശദ പരിശോധനയിൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുവാനാകൂ. സംഭവ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നിർമ്മാണം നിർത്തിവെക്കുവാൻ ഉത്തരവിട്ടു. അപകടത്തിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും നിലച്ചു. പല വീടുകളും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പാലം
പാലത്തിന് മുകളിലുള്ള മല ഇടിഞ്ഞ് മണ്ണ് കുത്തിയൊഴുകുകയായിരുന്നു. കണ്ണാടിപ്പുഴയിലൂടെ താഞ്ഞിരോഡ് ഭാഗത്തേക്കാണ് മണ്ണ് പൂർണ്ണമായും ഒലിച്ചു വരിക. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള കുടുംബങ്ങളെ മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. താഴ്ഭാഗത്ത് നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയാണ്. റോഡിന്റെ കോൺക്രീറ്റ് ഭിത്തി പൂർണ്ണമായും തകർന്നു വീണു. NDRF സംഘം സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ഒക്കെയും പ്രദേശത്തുണ്ട്. വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KC ജോബ് നാലകത്ത് മൊയ്തീൻ അനുസ്മരണ സമ്മേളനം നടത്തി. നിലമ്പൂർ MLA ആര്യടൻ ഷോക്കത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര, വഴിക്കടവ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PV മാത്യു, അസീസ് പുളിയഞ്ചാലി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നെയ്തക്കോടൻ, VK മൊയ്തീൻകുട്ടി, ബിനീഷ് ജോസ്, MK ബാലകൃഷ്ണൻ, ചാക്കോ സി മാമ്പ്ര, ജാഫർ പുലിയോടൻ, VK ഉസ്മാൻ, KT ഉബൈദ്, VK അനീഷ് കുമാർ, PK റജീബ്, ശശി പള്ളത്ത്, അനീഷ് മാത്യു, ഷിഹാബ് പുളിയഞ്ചാലി, സുജ മാത്യു, AK വർഗീസ്, സക്കീന അഷ്റഫ്, മാനു കോനാടൻ, VP മത്തായി, ജോസഫ്, നാസർ ബാവ, ബിന്ദു വേലായുധൻ, ഷാജഹാൻ NP, സജി മാത്യു, അഷ്റഫ് മരുത, M അബ്ബാസ്, P അലീമ, K ഗോപിനാഥൻ, ഉസ്മാൻ PT, M മുജീബ് എന്നിവർ സംസാരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.